നല്ല മഴക്കാറാണല്ലോ. ചെറിയ മഴ പെയ്യുന്നുണ്ടല്ലേ, തുള്ളി തുള്ളിയായിട്ട്. ആൾമാറാട്ട പ്രതി അറസ്റ്റ് വാറന്റും കൊണ്ട് കടന്നു കളഞ്ഞു. അതുകൊള്ളല്ല. പത്തനംതിട്ട കോന്നി ആൾമാറാട്ട കേസിൽ മാസങ്ങളായി പോലീസ് തിരയുന്ന പ്രതി പോലീസിന്റെ പക്കൽ നിന്നും അറസ്റ്റ് വാറന്റും വാങ്ങി കടന്നു കളഞ്ഞു. കൊള്ളാം. ഇനി പോലീസുകാരൻ ആ പ്രതിയെ കണ്ടുപിടിച്ച് അവൻ്റെ വാറന്റ് വാങ്ങിയിട്ട് അയാളെ അറസ്റ്റ് ചെയ്യണം. എന്തൊക്കെ കഷ്ടപ്പാട്. പത്രം തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ. വെട്ടിക്കൊലയും പിടിച്ചു പറിയും കള്ളനോട്ടടിയും മയക്കുമരുന്നും ഇതൊക്കെ തന്നെ. എന്തടി ഇടത്തെ കൈ കൊണ്ടൊക്കെ തൂക്കുന്നേ? എനിക്ക് വലുതായി ഒന്നും ഉപയോഗിക്കാൻ വയ്യ. ഈ തോള് ഇവിടെ, ഈ കാല് 3 ദിവസമായിട്ട് ഭയങ്കര വേദന. 3 ജോയിന്റിനും നീരും ഉണ്ട്. വേദനയെ? വേദന വരെ നീ ഇന്നലെ വല്ല ഭാരമുള്ള സാധനം എടുത്തുവല്ലോ പൊക്കിയാ? ഒരു ഭാരമുള്ള സാധനം എടുത്തു. പക്ഷെ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാണ്. ഞാൻ ചെറിയ വേദന തുടങ്ങിയപ്പം വലിയ മൈൻഡ് ആക്കിയില്ല. ഇന്നിപ്പോ രക്ഷയില്ല. എനിക്ക് വലുത് കൈ എടുക്കാൻ പറ്റണില്ല. ഇവിടെയൊക്കെ കൊളുത്തി പിടിക്കണം. എന്റെ മണിക്കുട്ടി, നിനക്ക് വയ്യെങ്കിൽ പിന്നെ നീ ഇത് ചെയ്യണോ? കുഞ്ഞാണ് നീ ആ പിങ്കിയെ വിളിച്ചേപ്പീര്. അവക്കും വയ്യ. അവക്കും തൊണ്ടവേദനയും പനിച്ചായ എന്ന് പറഞ്ഞ് കിടക്കണം. എല്ലാം കൊള്ളാം. കേട്ടിട്ട് ഇവിടെ എല്ലാവർക്കും സുഖമില്ല, വയ്യായിക തന്നെ. നിങ്ങൾക്ക് വയ്യേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് മാനസികമായിട്ട് അല്പം വിഷമങ്ങളൊക്കെ ഉണ്ട്. അത് പണ്ടേ ഉള്ളതാ മാനസിക രോഗം. മാനസിക രോഗമല്ല, കുറച്ച് ടെൻഷൻ വന്നപ്പോ എന്താന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യൂ, കുറച്ച് മരുന്ന് മേടിച്ചോണ്ട് വരും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്. ഈ പെയിന് ജോയിന്റിൽ അടിക്കുന്ന സ്പ്രേ ഉണ്ടല്ലോ, അത് വേണം. അവക്ക് അതേപോലെ ആ പനിക്കുള്ള ഒരു ജലദോഷത്തിന്റെ മരുന്ന് മേടിച്ചോണ്ട് വരണം. മണിക്കൂറിനെ വിളിച്ചോണ്ട് പോ. ആ ബെസ്റ്റ്. മണിക്കൂർ ചേട്ടന് മേലുവേദന എന്ന് പറഞ്ഞിട്ട് കിടക്കണം. എന്താ ആർക്കും വയ്യ ഇവിടെ? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഓരോ അസുഖങ്ങളുണ്ട്. എന്തൊന്നും ചെയ്യാണെന്ന് നോക്കണേ. കഷ്ടകാലം. എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് വരാം. ആ പോയി. ഞാൻ മഞ്ഞുണ്ട്. എന്റെ ഭഗവാനെ, ജസ്റ്റ് മിസ്. ഒരു 2 സെക്കൻഡും കൂടെ ഞാൻ ഇരുന്നെങ്കിൽ തലനാര കഴിക്കാണ് രക്ഷപ്പെട്ടേക്കുന്നത്. തെങ്ങ് ചതിക്കൂല എന്നൊക്കെ പറയും പണ്ട്. ഭഗവാനെ. ഒരു ചുമ. അയ്യോ അമ്മ, അയ്യോ എനിക്ക് ഇന്നലെ ഉറങ്ങാനേ പറ്റില്ല അമ്മ. അതങ്ങനെ ഉറങ്ങുന്നത്? രാത്രി മൊത്തം മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുക. അതല്ല, എനിക്ക് ഈ ചുമച്ച് ഉറങ്ങാൻ പറ്റിയില്ലെന്ന്. ഇതേ, എനിക്ക് ശരീരമാസകലം നല്ല വേദനയുണ്ട്. ആണോ? ഈ കൈ തന്നെ, ഈ ഇടത്തെ കൈതാ ഇങ്ങനെ പൊക്കുമ്പോ ഭയങ്കര വേദന. അങ്ങനെ പൊക്കുമ്പോ വേദനയാണെങ്കിൽ ആ കൈ വെച്ച് മര്യാദയ്ക്ക് എന്തിനാ അങ്ങനെ പൊക്കാൻ പോണേ? എന്ന് വെച്ച് കൈ വെക്കണ്ടായി. എനിക്ക് ഈ കുഴമ്പൊക്കെ ഇട്ടിട്ട് ഇച്ചിരി ചൂടുവെള്ളത്തിലൊന്ന് നന്നായിട്ട് കുളിക്കണം. വീട്ടും പോയിട്ട് എത്ര നേരമായി? ഇത് എവിടെ പോയി കിടക്കണു? എടി, നീ അങ്ങേരടുത്തേ കുഴമ്പ് വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു. കുഴമ്പ് വാങ്ങിക്കാൻ പറഞ്ഞില്ല. പിന്നെ അതിന് വേദനയ്ക്ക് അടിക്കുന്ന ആ സ്പ്രേ ഉണ്ടല്ലോ, ബാമിന് പകരം ഉള്ളത്. അത് വാങ്ങിക്കാൻ പറഞ്ഞു. പിന്നെ മരുന്നൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു, തലവേദനയുടെയും പനിയുടെയും ഒക്കെ. സ്പ്രേ അപ്പൊ എനിക്കും അടിക്കാമല്ലോ. എനിക്കും വയ്യ. ഞാൻ ഇന്ന് മുറ്റം അടിക്കാൻ വേണ്ടി അവിടെ പോയിട്ട് എനിക്ക് പറ്റണില്ല. ഞാൻ വലത് കഴിച്ച് എടുക്കാൻ നോക്കുന്നു. ഇവിടെ വേദന, കാലിന്റെ അറ്റം വേദന. അപ്പൊ ഞാൻ ഇടത് കൈകൊണ്ട് ചെയ്യാം, നീങ്ങണില്ല. പിന്നെ ഞാൻ ഉപേക്ഷിച്ചത്. എനിക്കും അതുപോലെ അടി, ശരീരം മൊത്തത്തിൽ വേദന. ഈ ഇടത്തെ കൈക്കാണെങ്കിൽ ഭയങ്കര വേദന. ഇതെന്തുവായത്? എല്ലാവർക്കും അസുഖം. കഷ്ടപ്പാട് വരുമ്പോ എല്ലാവർക്കും ഒരുമിച്ചാണല്ലോ അമ്മ പറഞ്ഞേ. ഇത് കഷ്ടപ്പാടല്ലടി, ഇത് കഷ്ടകാലമാണെന്ന് തോന്നുന്നു. ദൈവമേ. അതെ, വെള്ളം ചൂടാക്കാൻ വെച്ചായിരുന്നു. ചൂടാക്കാൻ വെച്ചിട്ടാണ് ഞാൻ പോയത്. സിമ്മിലാണ് വെച്ചത്. ഇപ്പൊ ചൂടായി കാണും. ആണോ? ചേട്ടാ, എനിക്ക് വെള്ളം എടുക്കാൻ വരാം. വെയിറ്റ് എടുക്കാൻ പറ്റൂല. ഒന്ന് പോയി നോക്കോ? നീ എടുക്കൊന്നും വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. നിങ്ങൾ ഈ സ്നേഹം കാണുമ്പോഴേ എനിക്കൊരു ചേട്ടൻ വേണമെന്നൊക്കെ എനിക്ക് തോന്നും. ഒരു കാര്യം പറയട്ടാ, ഇതൊക്കെ ഇപ്പഴല്ലേ. ഞങ്ങളുടെ രണ്ടുപേരും ചെറുപ്പകാലത്ത് എന്തായിരുന്നു അവസ്ഥ നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? അറിയാലോ കുറച്ചൊക്കെ. അടിയല്ലായിരുന്നു. ഡെയിലി തമ്മി കണ്ടു കഴിഞ്ഞാൽ അപ്പ അടിയായിരുന്നു. അടി മൊത്തം എനിക്കാവുള്ളൂ. ഞാൻ തിരിച്ചൊന്നും കൊടുക്കത്തില്ല. പാര വയ്ക്കത്തേ ഉള്ളൂ. പക്ഷെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാ എന്റെ മുന്നിൽ ആള് സ്ട്രോങ് ആയിട്ട് ഒന്ന് നിൽക്കും കേട്ടോ. എന്തിന്? എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതെ, ഞാനെന്നാല് അത്തോട്ട് നീ ആ വെള്ളം തിളച്ചാണ് ഇപ്പം. നോക്കൂ, എടുക്കോ. കാലിനൊക്കെ വേദനയാടി. അയ്യോ, നല്ല ചൂടായി കാണും. ഞാൻ പറഞ്ഞല്ലേ. അതൊക്കെ
ഇരിക്കുന്നുണ്ടോ എന്നിട്ട് കാലുകൂടി വീണോ? എന്തോ ചേട്ടാ ഇത്? കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. കാലിന്റെ പുറത്തൂടെ വീണിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എന്തോ അമ്മ എന്തോ ആലോചിക്കുന്നേ? പെങ്ങളെ, ആ ഈ വീട്ടിൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അനർത്ഥങ്ങൾ. എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, നിനക്കിപ്പം വയ്യാലോ, യോക്കും ചുമ, എനിക്കാണെങ്കിൽ ശരീരം മൊത്തത്തിൽ വേദന, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ? അത് മാത്രമല്ല, രവിയേട്ടനെ ഞാനിവിടെ അവിടെ പുറത്തേക്കായിരുന്നു. ഞാൻ തൂത്തുവാരിക്കൊണ്ടിരിക്കുമ്പോ അച്ഛൻ അവിടെ സൈഡിൽ ഇരിക്കായിരുന്നേ. രവിയേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ട് എണീച്ചതും അവിടെ തേങ്ങ വന്നങ്ങ് വീണു. കഷ്ടി മിസ്സായി പോയതാ. എനിക്ക് തലയിൽ തന്നെ വീണേ. ദൈവമേ, ഇപ്പൊ മാമന്റെ കാലിൽ കത്തി വീഴാൻ പോയല്ലേ? അതെ, ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള പോലെ ചേട്ടനും തോന്നുന്നുണ്ടല്ലേ? തോന്നുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ വേറെ വല്ല ശക്തി ഉണ്ടായിരിക്കോ? വേറെ വല്ല ശക്തിയാ? വേറെ വല്ല എനിക്കൊരു സംശയം. എന്താ എന്താ സംഭവം എന്നറിയോ? ആ കുഞ്ചറിയ വന്നില്ലേ, അങ്ങേര് വല്ല പണി ഒപ്പിച്ചതാണെങ്കിലാ? അതാരാ കുഞ്ചറിയ? അത് മാമ നമ്മുടെ അപ്പൂന്റെ ഒരു ഫ്രണ്ട്. ഇവിടെ വന്നിട്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളും, നമുക്കൊക്കെ ഭയങ്കര ശല്യമായിരുന്നു. അങ്ങനെ അപ്പു പറഞ്ഞു അങ്ങേർക്ക് കൂടെ അത്ര പേടിയാന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, മുട്ടയില് പടമൊക്കെ വരച്ചിട്ട് ബാനകത്ത് ഇട്ട് കൊടുത്തു. അങ്ങനെ അതും കണ്ട് ഓടിക്കളഞ്ഞു. അങ്ങേര് ഓടി. ഇനി അതിന് പകരമായിട്ട് അങ്ങേര് നമുക്കെതിരെ വല്ലതും ചെയ്തതാണെങ്കിലോ? ഈ ദൈവപ്രീതിക്ക് വേണ്ടി മനുഷ്യനെ കൊന്ന് കറി വെച്ച് കഴിക്കുന്ന കാലമാണ്. പറയാൻ പറ്റുമോ? അന്ധവിശ്വാസികളാണ് ചുറ്റും. ദൈവമേ, ഒന്ന് പേടിപ്പിക്കാൻ ഉണ്ടായിരിക്കാവോ? അതെ, കൂടോത്രം എന്ന് പറഞ്ഞാലേ അങ്ങനെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒന്ന് പോ മാമ, വെറുതെ. ഈ ലോകത്ത് നമുക്കറിയാൻ മേത്ത കാര്യങ്ങള് ഇല്ല എന്ന് വിചാരിക്കരുത്. അതാണ്. ഇത് വല്ലതും കൊണ്ടൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. നമുക്ക് ഏതെങ്കിലും നല്ലൊരു ജ്യോത്സ്യനെ വിളിച്ചിട്ട് സമയം ഒന്ന് നോക്കിച്ചാലോ? ചേട്ടന്റെ പരിചയത്തിൽ വല്ല നല്ല ജ്യോത്സ്യന്മാരും ഉണ്ടോ? പരിചയത്തിൽ 2-3 ജ്യോത്സ്യന്മാരുണ്ട്. പക്ഷെ അത് പോരാ, പിന്നെ നല്ല സ്ട്രോങ് ഒരു ജ്യോത്സ്യം. അങ്ങനെ ആരെങ്കിലും അറിയോ? അത് നമുക്ക് അന്വേഷിക്കാം. അളിയനൂടെ വരട്ടെ. അളിയനൂടെ വന്നിട്ട് ശബ്ദമല്ലോ. അളിയന് ശബ്ദമല്ലേ? അത് ഞാന് കയ്യിൽ ഇച്ചിരി പരട്ടിക്കൊണ്ടിരുന്ന മാമ. അതിവിടെ അത് എടുത്തോണ്ട് പോവാൻ മറന്നുപോയി. ഒടിഞ്ഞോ? പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തൊരു വേദന. വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് നോക്കി. ഈ വീട്ടിൽ എന്തൊക്കെയോ അനർത്ഥങ്ങളുണ്ട്. എന്തൊക്കെ അനർത്ഥങ്ങളുണ്ട്. അനർത്ഥങ്ങളോ? അത് ഞങ്ങളിപ്പോ അത് സംസാരിച്ചോണ്ടിരുന്നു. ഇപ്പോഴുണ്ടല്ലോ, താണ്ട താണ്ട ഇപ്പോഴ് ഞാൻ അടുക്കളയില് വെള്ളം ചൂടാക്കി ഇങ്ങനെ പൊക്കിയെടുത്തപ്പോഴും അവിടെ ഇരുന്ന പിച്ചാത്തി അപ്പോന്നും മറിഞ്ഞ് താഴോട്ട് വീണു. എന്റെ കാലേ കറക്റ്റ് വീഴണ്ടായിരുന്നു. ജസ്റ്റ് മിസ്. മുറിഞ്ഞില്ല. അതുപോലെ തന്നെ എവക്ക് വയ്യ, എനിക്ക് വയ്യ, മാമന് കുഴപ്പമൊന്നുമില്ല. നേരത്തെ തേങ്ങ നിന്ന് വീഴാൻ പോയില്ലേ തലയില്? ഇപ്പൊ വന്ന് വീണു. തേങ്ങ വീണ കാര്യം പറഞ്ഞപ്പോഴേ ഓർത്തത്, ഞാനിപ്പോ ഇങ്ങോട്ട് വരാൻ നേരത്തെ നമ്മുടെ ആ വളവിൽ വെച്ച് ഒരു ബസ് എന്റെ അടുത്തുകൂടി ഇടിച്ചില്ല. ഭയങ്കര ഭാഗ്യമായിരുന്നു. ഇടിച്ചിരുന്നെങ്കിൽ അളിയൻ അവിടെ വെച്ച് തന്നെ പടവായനെ. അത് വേണ്ട, ഇപ്പൊ ഈ വീണത് അളിയൻ മൂക്കിടിച്ച് കവന്ന് വീണിരുന്നെങ്കിലേ അളിയൻ തട ഒരു വലിക്ക് അവിടെ അങ്ങ് പടവാവും. തേങ്ങ വീണു അതുപോലെ തന്നെ. നല്ല മുഴുത്ത തേങ്ങ ആണെങ്കിൽ അവിടെ വെച്ച് കാറ്റ് പോവും. അതാ എന്തൊക്കെയാണ് രവിയേട്ടാ, ഇത് വെറും അനർത്ഥമല്ല. ആരോ നമുക്കെതിരെ എന്തോ കാര്യം ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം അല്ലേ, ഒരു ജോത്സ്യനെ വിളിച്ച് ചോദിച്ചാൽ. നിങ്ങളൊക്കെ ഇങ്ങനെ പറയണേ, തേങ്ങയാവുമ്പോ കരിഞ്ഞു നിന്ന് ഞാൻ തെങ്ങിന്ന് വീഴും. അതുപോലെ തന്നെ റോഡിൽ കൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ബസ് ഇടിച്ചെന്നിരിക്കും. പിന്നെ ഈ ടൈൽസിലും മാർബിളും മൊസലിലൊക്കെ എണ്ണ ഇടുന്ന ഞാൻ തെന്നി വീഴൂലേ? എന്റെ അളിയ അങ്ങനല്ല. മാമൻ പറഞ്ഞ കാര്യത്തിൽ ശരി. നമുക്കൊരു നല്ലൊരു ജോത്സ്യനെ വിളിച്ചിട്ട് ഇതൊന്ന് പ്രശ്നം വെപ്പിക്കണം. അതാണ് വേണ്ടത്. മാമ, അറിവിൽ ആരെങ്കിലും ഉണ്ടോ ജോത്സ്യൻ? നിങ്ങൾക്കൊന്നും വേറെ പണി എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ട്. ഇടി എന്റെ ആ മൊബൈൽ ഇങ്ങനെ എടുത്തുണ്ടോ? നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ ചെയ്യണം. മുതിർന്നവർ ചെയ്യുമ്പോൾ അതിന് കൂടെ നിൽക്കാൻ വേണ്ട കുട്ടികൾ. അളിയ, ഒരു ജോത്സ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട ജോത്സ്യൻ. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോ പരിചയപ്പെട്ടതാണ്. എന്നെ കണ്ടുടനെ എന്നെ ചോദിച്ചു,
ഒരുപാട് മനപ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലേ എന്ന്. അതിന് മണിക്കൂട്ടൻ എന്തോന്ന് മനപ്രയാസം? മനപ്രയാസങ്ങള് പ്രധാനമായിട്ട് കല്യാണം കഴിക്കാത്തതിന് മനപ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കല്യാണം കഴിച്ചതിന്റെ മനപ്രയാസം, അത് ശരിയായിരിക്കും. പ്രയാസങ്ങള്. അപ്പൊ അങ്ങനെ പറഞ്ഞ് പുള്ളിയെ ഞാൻ വിളിക്കട്ടെ. അയാളുടെ പേരെന്തോ? പേര് ഷാജഹാൻ നമ്പൂരി. ഷാജഹാൻ നമ്പൂരി. എന്തോന്ന് അതൊന്ന് പേര് ഷാജഹാൻ. ഷാജി നമ്പൂരി. അല്ല, ഈ നമ്പൂതിരിമാർക്കൊക്കെ ഷാജി എന്ന് പേര് വരുമോ? പിന്നെ എന്റെ അളിയ ഷാജി, ഷിബു, ബൈജു ഇത്തരം പേരുകൾ എല്ലാ ജാതി മതക്കാരും ഇടുന്നു. ഞാൻ വിളിക്കട്ടെ. നല്ല വേനുണ്ടല്ലേ? വേനുണ്ട്. ഇവിടെ ചേച്ചി പുള്ളിനെ പറഞ്ഞു കഴിയാണ്. നമ്മൾ ഒന്നും അങ്ങോട്ട് പറയണ്ട, എല്ലാം ഇങ്ങോട്ട് പറയും. അത്ര കഴിവ്. സിത്തന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട 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 കട്ട. അത് മനസ്സിലായി. ഹലോ, ഷാജി നമ്പൂരി അല്ലേ? ഇത് മണിക്കുട്ടൻ കുരുക്കള്. ട്രെയിൻ വെച്ച് പരിചയം. അത് ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? എന്റെ പെങ്ങടെ വീട് വരെ ഒന്ന് പറഞ്ഞേ. പെങ്ങടെ വീട്. ഒരിച്ചിരി ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് വന്ന് എല്ലാം ഒന്ന് നോക്കണം. അത്യാവശ്യമാണ്. ഇന്ന് വരാൻ പറ്റൂ? വരാമെന്നോ? അയ്യോ, അങ്ങനാണോ? ആയിക്കോട്ടെ. എന്നാ പെട്ടെന്ന് വരണേ, പെട്ടെന്ന് വരെ. ഞാൻ ഇവിടുത്തെ ഗൂഗിൾ ലൊക്കേഷൻ ഗൂഗിൾ ലൊക്കേഷൻ ഞാൻ അങ്ങോട്ട് അയക്കുന്നുണ്ട്. വരാമെന്ന്. പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണ്? ഇപ്പം എന്റെ കാള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പുള്ളി. ആണോ? അതുവരെ പുള്ളിയുടെ അത്രയ്ക്കാണ് സിദ്ധം എന്ന് പറയാ. കട്ട 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 കട്ട. ഈ മണിക്കൂട്ടന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കെ ഇവിടുത്തെ ലൊക്കേഷൻ അയച്ചു കൊടുക്കേണ്ട കാര്യം എന്ത്? അല്ല, അത് പുള്ളിക്ക് ഇത് ലൊക്കേഷൻ വേണമെന്നില്ല, അല്ല തന്നെ വരും. പിന്നെ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു സ്പീഡ്, പറഞ്ഞൊരു സ്പീഡ്. എന്തായാലും അങ്ങനെ വരുന്നവരെ ഞാൻ ഒന്ന് പോയി കിടക്കാം. മരുന്നല്ലേ? എല്ലാ മരുന്നും കിട്ടിയല്ലേ വേട്ടാ? എല്ലാം കിട്ടി. മാമാ, ഇത് എടുത്തോണ്ട് വാ. അച്ഛൻ എന്നെ ഉപയോഗിക്കാം. അച്ഛൻ ഇതൊക്കെ അയ്യോ, അയ്യോ, ഞാൻ താങ്ങണില്ല, എനിക്ക് പറ്റില്ല. ചേട്ടാ എത്രേ? 50. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ഗ്രഹഭേദൗരി നാരായണീ നമസ്തുതേ. ഓം ഗജാനനം ഭൂതഗണാധിശേവിതം വിനാശകാരണം മാമേശ്വര പാദപങ്കജം. മൊത്തത്തിൽ പ്രശ്നമാണല്ലോ ആശാനെ. എന്തോ പ്രശ്നം സ്വാമി? ഇവിടെ കണക്കുകളായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന ഒരു സഹോദരൻ ഉണ്ടല്ലോ, എവിടെ? മനസ്സിലായോ? അളിയൻ, നിന്റെ ഭർത്താവ്. അച്ഛന് ബാങ്കിലല്ലേ ജോലി, അതായിരിക്കും. അതെന്റെ ഭർത്താവ് രവി. എന്താ സമയം? മരണം അയാളെ പിന്തുടരുകയാണ്. എന്റെ ഭർത്താവ് പടവാകുമെന്ന്. മകൾക്ക് പുത്ര സൗഭാഗ്യമില്ല അല്ലേ? ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. എടി, അത് പെമ്മക്കളല്ലയോ, ആമ്പിള്ളേരില്ലയോ? ഒന്നും അതില്ല, 2 പെമ്പിള്ളേർ തന്നെ. ഇല്ല സ്വാമി. എന്താ പെമ്പിള്ളേര് പോര്? ഞാൻ പിള്ളേരെ വേണം. സ്വാമി തന്നെ. സ്വാമി, ഇനി നമുക്ക് അകത്തോട്ടിരിക്കാം. ആവാം. വന്നാല് ഇങ്ങോട്ട് മാറുക. ഇരിക്കും സ്വാമി, ഇരിക്കും. അളിയോ, ഇങ്ങോട്ട് വന്നേ. സ്വാമി, അളിയനാ. നമസ്കാരം. നമസ്കാരം. രാവിലെ ചെറുതായിട്ടൊന്ന് വീണേ, അപ്പൊ അതുകൊണ്ട് നല്ല നടുവേന, അങ്ങനെ കുറച്ചു നേരം കിടക്കുകയായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നു. എങ്ങനെ? ജ്ഞാനദൃഷ്ടി. മാമോ, ഓ, ഇനി വന്നേ. മാമനാ. നമസ്കാരം. സ്വാമി, എന്താ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നൊന്ന് പറയണം. മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. ഈ കുടുംബത്തിന് ഉഗ്രശാപമുണ്ട്. ഗൃഹനാഥൻ ഈ കുടുംബത്തിന്റെ പടിക്ക് പുറത്തിറങ്ങിയാൽ മരണം അയാളെ പിന്തുടരും.
ഇതനുസരിക്കാതിരിക്കുകയാണെങ്കിൽ മരണം ഉറപ്പ്. അളിയൻ വടിയാകുന്നു. അല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് കാര്യം എന്താണ്? ഈ കാണിക്ക നേർച്ച എന്തെങ്കിലും നടത്താതിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, മുടങ്ങിയിട്ടില്ല, ഒന്നും മുടങ്ങിയിട്ടില്ല. നിസ്സാര കാര്യങ്ങൾക്ക് നമ്മളങ്ങനെ നേരത്തെകളൊന്നും നേരാറില്ല. അതെ അതെ. എന്നാൽ പൂർവികമായി സംഭവിച്ചതാവാം. എന്തായാലും പരിഹാരക്രിയ ചെയ്തേ പറ്റൂ. അല്ലാതെ സ്വാമി പറഞ്ഞാ മതി എന്ത് ചെയ്യണമെന്ന്. അതെ അതെ. പ്രാർത്ഥിച്ചോണ്ടില്ലേ? പൂർവിക പാപ പരിഹാര കർമ്മം. നേർച്ച വിഘ്ന ക്ഷമാപണ ഹോമം ചെയ്യാം. സർവ ഐശ്വര്യ പ്രചോദന കർമ്മങ്ങൾ ചെയ്യാം സ്വാമി. സർവ കുടുംബ ക്ഷൗര കർമ്മം. അതെന്തോന്ന് സ്വാമി? അതായത് ഈ കുടുംബത്തിലുള്ള എല്ലാവരും തല മുണ്ടനം ചെയ്യണം. ചെയ്യാം. ഈ സ്ത്രീകളും? അതെ, സ്ത്രീകളും ചെയ്യണം. തല പൊട്ടയടിക്കണമെന്ന് സ്വാമി. പിന്നെ കുരുതി പൂജ, അത് ഞാൻ ആശ്രമത്തിൽ ചെയ്തോളാം. ആയിക്കോട്ടെ. പിന്നെ സാധുജന ഭക്ഷണ നേർച്ച, അത് എല്ലാ മാസവും ചെയ്യണം 2 വർഷത്തേക്ക്. അല്ല ഇതിനൊക്കെ ഉദ്ദേശം എന്ത് ചെലവ് വരും? ഇതിന് ഏകദേശം പൂർവിക പാവ പരിഹാര യജ്ഞത്തിന് ഒരു 2 ലക്ഷം രൂപ. അറിയില്ല. പിന്നെ കുരുതി പൂജ, അതിന്റെ സാധനങ്ങളെല്ലാം കൂടെ വാങ്ങുന്നതിന് 25,000 രൂപ. കുഴപ്പമില്ല. പിന്നെ സർവ ഐശ്വര്യ പ്രചോദന കർമ്മങ്ങൾ, അതൊരു 3 ലക്ഷം രൂപ. അതൊന്നും പ്രശ്നമല്ല സ്വാമി. പിന്നെ ഈ സാധുജന ഭക്ഷണ നേർച്ച, അത് വന്നിട്ട് 10,000 രൂപ വെച്ച് 2 വർഷത്തേക്ക് 2,40,000 രൂപ. കുഴപ്പമില്ല സ്വാമി, തന്നേക്കാം. സ്വാമി ഒരു മിനിറ്റ്, മണിക്കൂർ വാ. സ്വാമി എഴുതിക്കൂ, ഞാൻ എന്താ വരുന്നത്. ശരി ശരി. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. കൈ വിട്. എന്താ കാര്യം? എന്താ മണിക്കൂട്ടാ, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. ഒരു 7-8 ലക്ഷം രൂപയുടെ കാര്യമാണ് അയാൾ പറയുന്നത്. അളിയന്റെ അരിപ്പ സ്വഭാവം എൻ്റെ അടുത്ത് കാണിക്കരുത്. കാശ് ഞാൻ കൊടുത്തോളാം. കാശ് കൊടുത്തോളാം? മണിക്കൂട്ട് എന്തോന്ന് ഈ പറയണത്? അളിയനെ അറിയാൻ വയ്യാത്തോണ്ടാ. അളിയനെങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞാലേ ഭാര്യയുടെ മക്കളുടെയും കാര്യങ്ങൾ നോക്കണ്ട ഞാൻ. എനിക്ക് ദണ്ഡമുണ്ട്. കാശിന്റെ കാര്യം വിട്. അയാൾ പറഞ്ഞേട്ടാ എല്ലാരും തലമുട്ട അടിക്കണമെന്ന്. മുട്ടയടിക്കണം. അരി പെണ്ണുങ്ങളാ? ആ പെണ്ണുങ്ങള്. മണിക്കുട്ട ഇതിലെന്തോ ഉടായ്പ കേസാണിത്. അളിയാതായി അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഉടായിപ്പാന്നും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടരുത്. ഞാനൊന്ന് പറയട്ടെ. അളിയനൊന്നും പറയണ്ട. അളിയൻ ഇപ്പൊ അവിടം വരെ ഒന്ന് വന്ന് ഇരിക്കാൻ പറ്റുവോ? പറ്റുവോ? അളിയൻ ഒന്നും പറയണ്ട, അവിടെ വന്നൊന്ന് ഇരിക്കും. കാശി അമ്മടക്ക അളിയ കാശി എന്ത് പെണ്ണുങ്ങളാണ്. എന്തോന്ന് കഷ്ടമാണിത്. ആരെ പറഞ്ഞ് മനസ്സിലാക്കിക്കും. എഴുതി തീരണില്ലല്ലോ. എഴുതിയായിരുന്നു. ഇത്രയും സാധനങ്ങൾ ഇവിടെ വാങ്ങി വെക്കണം. ആയിക്കോട്ടെ. എത്രയും നേരത്തെ ആയി കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരും. അതെ അല്ലയാ സ്വാമി. അപ്പോഴേ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് എത്രയും പെട്ടെന്ന് സ്വാമി വിവരം അറിയിക്കാം. ഈ പൂക്കൂട പൊട്ട്, ഈ ചുടുകട്ടയൊക്കെ എന്തിനാണ്? അത് ഹോമകുണ്ടം നിർമ്മിക്കാനാണ്. അത് ഈ സിമെന്റും എംസാൻഡും ഒക്കെ വാങ്ങിച്ചു വെക്കണം. സ്വാമി മണിക്കൂടെ നിക്കേ. എന്താ? ഒരു മിനിറ്റ്, അളിയനൊന്ന് റൂമിലോട്ടൊന്ന്. പിന്നെ ഒരു മിനിറ്റ്, സ്വാമി ഒന്ന് റൂമിലേക്ക് വന്നേ. അല്ല സ്വാമി ഇവിടെ ഇരുന്നു, ഞങ്ങൾ പോയിട്ട് വരാം. ഇപ്പൊ വരാം. എന്താ അളിയാ പറയട്ടെ. എന്താ അളിയ കാര്യം? വാ മണിക്കൂട്ട. ഇവൻ ആരെന്നറിയാമോ? അയ്യോ സ്വാമിയെ കയറി ഇവനൊന്നും ഇദ്ദേഹം ഒന്ന് പറ. മാങ്ങാ തൊലി. ഇവൻ കോന്നി ഷാജി, പക്ക ഫ്രോഡാണ്. ഇവനെ പിടിയിട്ട പുള്ളിയാണ്. ഇവനെ അറസ്റ്റ് ചെയ്യാൻ പോയ പോലീസിന്റെ അറസ്റ്റ് വാറന്റ് തട്ടിപ്പിടിച്ചോണ്ട് മുങ്ങിയവനാണോ അവൻ. അല്ല അളിയൻ എങ്ങനെ അറിയാം? എന്റെ മണിക്കൂട്ട, ഇവൻ നമുക്കൊരു ലിസ്റ്റ് എഴുതി തന്നോ ഹോമത്തിനുള്ള. അത് ഏത് പേപ്പറാണെന്ന് അറിയുമോ? ഇവന്റെ അറസ്റ്റ് വാറന്റ് ആണ്. അതിന്റെ പുറകിലാണ് എഴുതുന്നത്. അതേന്ന്. അളിയൻ ഉറപ്പുണ്ടോ? എനിക്ക് നല്ല ഉറപ്പാണ്. ഇന്ന് ഇത് ഞാൻ പത്രത്തിൽ വായിച്ചതാണ്. പക്ഷെ ഇവനാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇത് കണ്ടപ്പോ മനസ്സിലായി. സംശയമുണ്ടെങ്കിൽ അളിയും ശ്രീകുട്ടി വിളിച്ചു ചോദിക്കും. അല്ലാതെ അതൊക്കെ പിന്നെ വിളിച്ചു ചോദിച്ചോളാം. യവനെ ഒതുക്കാനുള്ള മാർഗം എന്റെ കയ്യിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യാനാ? അതൊക്കെ അളിയും കണ്ടു. അളിയ മുറിയുടെ താക്കോൽ എന്ത് ചെയ്യും? ഈ മുറിയുടെ എന്ത് ചെയ്യ നോക്ക്. എടുക്ക. വാ ഇങ്ങോട്ട് വാ. മതിയോ? സ്വാമി എന്റെ ദക്ഷിണ ഇട്ടിരുന്നെങ്കിൽ എനിക്കൊന്ന് പോകുമായിരുന്നു. അല്ല അത് തരാം സ്വാമി. ഒരു സംശയം കൂടി ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഇവിടെ ഒരു പൂജാമുറിയും കൂടെ പണിയാൻ ഒരു പ്ലാൻ ഉണ്ട്.
സ്വാമി ആ റൂം ഒന്ന് സന്ദർശിച്ച് അനുയോജ്യമാണോ എന്നുള്ളത് പറഞ്ഞു തരണം. പിന്നെന്താ? വന്നാട്ടെ വന്നാട്ടെ. ഈ മുറി. ദാണ്ടെ ഈ മുറി ഈ മുറി ഈ മുറി ഈ മുറി മണിക്കൂടാ, പൂട്ട്, 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 പൂട്ട്. എന്ത് പ്രശ്നം? പറയാം. എടാ ഫ്രാഡ് സ്വാമി, പോന്ന് ഷാജി. എടാ ഒരു പോലീസുകാരുടെ ഭർത്താവിനോടാ കള്ളം പറയുന്നേ. എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ എവിടെയെങ്കിലും പൊക്കോളാം. എന്തോ സംഭവം? മണി അവൻ പക്കാ ഫ്രോഡ്. ഇവനുണ്ടല്ല പിടിയിട്ട പുള്ളിയായിട്ട് ഒളിച്ചു കിടക്കുന്ന ഒരു ആൾമാറാട്ടക്കാരനാണ്. ഇവൻ ഇന്ന് നമുക്ക് ലിസ്റ്റിൽ എഴുതി തന്നില്ലേ? ഈ പേപ്പർ എന്താണെന്ന് മനസ്സിലായോ? ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടാണ്. ഇതും പിടിച്ചു പറിച്ചോണ്ട് ഓടിയതാണ് പോലീസിന്റേത്. എന്തൊക്കെ ഡയലോഗാണ് ഇവിടെ വന്ന് പറഞ്ഞത്? ഇവിടെ മൊത്തം പ്രശ്നമാണ്. എന്റെ ഭർത്താവിന്റെ മരണം പിന്തുടരുന്നു. എടാ കൊള്ള റാസലേ, എന്ത് ചെയ്യണം? ദൈവമേ, ഇയാള് പറയട്ടെ, നമ്മൾ മൊട്ടയൊക്കെ അടിച്ചിരുന്നീരാ. മണിക്കൂട്ടാ, പെട്ടെന്ന് ശ്രീകുട്ടിയെ ശ്രീകുട്ടി വിളിച്ചിട്ടേ ഇവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. ഒരു പ്രൊമോഷൻ ശ്രീകുട്ടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അവള് CI ആവും. നിക്ക്, അവന്റെ 2 എണ്ണം കൂടെ കൊടുക്കണം കേട്ടോ. കൊടുത്താലും ആഞ്ഞു കൊടു. ചേട്ടനെ കൈ വയ്യാത്തല്ലേ? ഇല്ല കുഴപ്പമില്ല, നിന്റെ ഒരു ബദൽ ബുദ്ധി. ഷാജി